കൊളുത്തി ഈ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കാം. ഉയരട്ടെ മണിശിന്ദിതനാദം നോപുരധ്വനികളാൽ മുഖരിതമാകട്ടെ നിന്നരങ്ങും ആരാമവും കർണികാരത്തിൻ നാട്ടിൽ. എല്ലാവർക്കും നമസ്കാരം. കൈലി ആർട്സ് ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. മറുനാടൻ മലയാളികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നമ്മുടെ കന്നിമാസമായതിനും ഓണം ആഘോഷിക്കുവാനുള്ള അവകാശം. ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം കൂടിയാണ്. വിശാഖപട്ടണത്തെ ഈ വർഷത്തെ ഓണാഘോഷം തുടക്കമിട്ടത് കൈലി ആർട്സ് ക്ലബ് എന്നത് നമുക്ക് അഭിമാനത്തോടുകൂടി അവകാശപ്പെടാനുള്ളതാണ്. ഓഗസ്റ്റ് 17 ഇൻഡോർ ഗെയിംസോട് കൂടി ഈ വർഷത്തെ കൈലി ആർട്സ് ക്ലബിന്റെ ഓണാഘോഷം ആരംഭിച്ചതാണ്. ഗ്രൂപ്പ് ഡാൻസ് കണ്ടാലോ? എവിടെ ആരെ ഉഷാറ് കാണുന്നില്ല? കൈയടിച്ച് പ്രോത്സാഹിക്കൂ. ഗ്രൂപ്പ് ഡാൻസ് കൈ ഒരു പാട്ടുമായി വരുന്നു ശ്രീമതി രാധാ വാര്യർ. പാട്ടിന്റെ സുന്ദരമായ വരികൾ എഴുതിയത് ശ്രീ രാജശേഖര വാര്യർ. മനുഷ്യരെ
അടുത്തതായി ഒരു ഫോക്ക് ഡാൻസ് ബൈ ഇഷാനി പ്രജി. വിജയകുമാർ, പ്രസിഡന്റ്, വേൾഡ് മലയാളി കൗൺസിൽ, ആന്ധ്രാപ്രദേശ് പ്രൊവിൻസ്. തോമസ് അവറുകൾ, പ്രസിഡന്റ്, കേരള കലാസമിതി. പ്രസിഡന്റ് ശ്രീ സത്യനാരായണ അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു. അടുത്തതായി കൈരളി ആർട്സ് ക്ലബിന്റെ ട്രഷറർ ശ്രീ ഷ്യാം അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അധ്യക്ഷനെ വഹിക്കാറുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ അതിഥി ശ്രീ ആനന്ദ് അച്യുതൻകുട്ടി, IDAS, ഫൈനാൻഷ്യൽ അഡ്വൈസർ, നേവൽ ഡെവലപ്മെന്റ് വിശാഖപട്ടണം. അതുപോലെ തന്നെ കൈരളി ആർട്സ് ക്ലബിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ദീപകുമാർ, കൈരളി ആർട്സ് ക്ലബിന്റെ ട്രഷറർ ശ്യാം PM, വേൾഡ് മലയാളി കൗൺസിൽ ആന്ധ്രാപ്രദേശ് പ്രോവിൻസിന്റെ പ്രസിഡന്റ് ശ്രീ വിജയകുമാർ, നമ്മുടെ സഹോദര സംഘടനയായ കേരള കലാസമിതിയുടെ പ്രസിഡന്റ് ശ്രീ ജോർജ് തോമസ്. അതുപോലെ തന്നെ നമുക്കിവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA പള്ള ശ്രീനിവാസ് ഗാരു ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇന്ന് അസംബ്ലി സെഷൻ നടക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്കിന്റെ രാഷ്ട്രീയ സ്മാർട്ട് നിഗമ ലിമിറ്റഡ് വിശാഖപട്ടണം സ്റ്റേറ്റ് ബാങ്കിന്റെ ഡയറക്ടർ ഓപ്പറേഷൻസ് ശ്രീ സലീം പുരുഷോത്തമൻ അവർ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലേറ്റ് ആകുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ ഇവിടെ മീറ്റിംഗ് ആരംഭിക്കാൻ പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും കൈരളി ആർട്സ് ക്ലബിന്റെ എല്ലാ മെമ്പർമാർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഈ ഓണാഘോഷം വിജയപ്രദമാക്കുവാൻ ഞങ്ങളോട് സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സാമ്പത്തികമായും അല്ലാതെയും ഞങ്ങൾക്ക് ഈ സപ്പോർട്ട് നൽകിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.
കേരള കലാസമിതിയുടെ പ്രസിഡന്റ് ശ്രീ ജോർജ് തോമസ് അവരുടെ ഈ ഓണ സന്ദേശം നൽകുവാൻ ക്ഷണിക്കും. ഓണനാളുകൾ അവസാനിക്കുന്ന കൈരളി ആർട്സ് ക്ലബിൻ്റെ ഓണവേദിയിൽ കൂടിയിരിക്കുന്ന സദസ്സിലും അതുപോലെ മുമ്പിലും ഇരിക്കുന്ന എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നൽകട്ടെ. ഓണത്തെപ്പറ്റി കൂടുതലായി സംസാരിച്ച് സമയം കളയണം എന്ന ആഗ്രഹമില്ല. കാരണം ഓണത്തിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ മാനങ്ങളും അതിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും നമ്മൾ വർഷം തോറും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് വിഷാവരണത്തെ പ്രത്യേകിച്ചും ഒരുമിച്ചുള്ള ഒരു ആഘോഷങ്ങൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ വില കൂട്ടുവാൻ ഉപകരിക്കട്ടെ എന്ന് ആശിക്കുന്നു. അതുപോലെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ സംഘടനകളും ഒരുമിച്ച് പല കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആശിക്കുന്നു. ഇനിയും കൂട്ടായ്മ ഓരോ മാസവും കൂടുന്നതോടും ഓരോ പരിപാടികൾ കടന്നു വരുന്നുണ്ട്. ഒക്ടോബർ 3-ാം തീയതി ഒരു നാടകം വരുന്നുണ്ട് കേരള കലാസമിതിയിൽ. അപ്പോൾ അന്യോന്യമുള്ള കൂട്ടായ്മ ഈ ഓണത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഉതകട്ടെ എന്ന് ആശിക്കുന്നു. എല്ലാവർക്കും കേരള കലാസമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എസ് ജി വിജയകുമാർ അവർ വേൾഡ് മലയാളി കൗൺസിൽ ആന്ധ്രാപ്രദേശ് അദ്ദേഹത്തെ ഓണ സന്ദേശം നൽകുവാനായി ക്ഷണിക്കുന്നു. നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന മിസ്റ്റർ ആനന്ദൻ അച്ഛനക്കുട്ടി, കൈരളി ആർട്സ് ക്ലബ് പ്രസിഡന്റ്, കേരള കലാസമിതി പ്രസിഡന്റ് ജോർജ് തോമസ്, അയ്യാല ജനറൽ സെക്രട്ടറി ശ്രീ സത്യനാരായണ ഗാരു, ദെൻ സെക്രട്ടറി, ട്രഷറർ, കൂടാതെ രാജമന്ത്രി ഇന്ന് അസോസിയേഷൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ ജോൺസൺ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ ജോൺസൺ, WMCയുടെ ചെയർമാൻ ശ്രീ വേണുഗോപാലൻ നായർ, കേരള കലാസമിതി സെക്രട്ടറി, മറ്റ് സംഘടനകളുടെ ഭാരവാഹികൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ. എന്നെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ ക്ഷണിച്ച് ഞാൻ അതുവേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് കേരളീയ ആർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളോട്. ഒരു 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ അടുത്ത സമയത്ത് എന്നോടൊരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, വേൾഡ് മലയാളി കൗൺസിൽ എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. ഞാൻ ഒരു ചുരുക്കത്തിലൊന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്ക് നിർത്താം. കാരണം എനിക്കറിയാം നിങ്ങളെല്ലാവരും അതിമനോഹരമായിട്ടുള്ള പ്രോഗ്രാംസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നറിയാം. ഞാൻ കൂടുതൽ സമയം നേടുന്നില്ല. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള മലയാളീസ്, ലോകത്തിൻ്റെ ഏതാണ്ട് 76 രാജ്യങ്ങളിൽ സെറ്റിലായിട്ട മലയാളീസ് എല്ലാം കൂടെ ചേർന്നുള്ള സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. അതിൻ്റെ ഇന്ത്യ റീജിയൻ്റെ 18 പ്രൊവിൻസാണുള്ളത്. ആ 18 പ്രൊവിൻസിൽ ഒന്നാണ് ആന്ധ്രാപ്രദേശ് പ്രൊവിൻസ്. ആന്ധ്രാപ്രദേശ് പ്രൊവിൻസിൻ്റെ പ്രസിഡന്റാണ് ഞാൻ. ഇപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷമായുള്ളൂ. ഇപ്പോൾ 50-ന് ഫാമിലി മെമ്പേഴ്സാണുള്ളത്. ഞങ്ങൾ എല്ലാ കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. നടുപ്പൂർ ഹോസ്പിറ്റലിൽ 1 ലക്ഷം രൂപ വിലയുള്ള ഒരു RO പ്ലാന്റ് കൊടുക്കുകയുണ്ടായി. ഇവിടെ നമുക്കറിയാം, ഒരു മലയാളിക്ക് 2 കാല് നഷ്ടപ്പെട്ട ഒരു മലയാളിക്ക് മോട്ടോർ ഘടിപ്പിച്ച ഒരു ഡ്രൈവർ കൊടുക്കുകയുണ്ടായി. ഏതാണ്ട് 20ഓളം അതായത് കാലിന് അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് 20ഓളം വീൽ ചെയർ കൊടുക്കുകയുണ്ടായി. ഓട്ടിസം ബാധിച്ചൊരു കുട്ടികൾക്ക് ഒരു മുരളീധരനുള്ള ഒരു സ്ഥാപനത്തിൽ
അവർക്ക് സ്റ്റെപ്പ് കയറുന്നതിനുള്ള മെക്കാനിസം ഓപ്പറേഷനുള്ള ഒരു ചെയർ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. ഇനി ഒത്തിരി ഉണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം വേഷാക്കുന്നില്ല. അതിന് ഒത്തിരി കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ സ്വന്തം പേരിലും WMCയുടെ ഇവിടെ വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ പേരിലും WMCയുടെ എല്ലാവരുടെയും പേരിലും ഞാൻ ഓണാശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നമ്മുടെ മറ്റൊരു അതിഥി శ్రీ సత్యనారాయణ గారు ఐల ఆటోనగర్. అందరికీ నమస్కారం అండి. అందరికి కూడా ఓణం శుభాకాంక్షలు. మాకన్నా మీరు చాలా గ్రేట్, ఎందుకంటే మేము తెలుగులో మాట్లాడుతున్నాం, మీకు కేరళ వచ్చు. നമ്മുടെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ശ്രീ ആനന്ദ് അച്യുതൻകുട്ടി സർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ വിശാഖപട്ടണത്തിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു മലയാളി കൂട്ടായ്മയും നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും ഇത്രയും ഗംഭീരമായിട്ടൊരു ഉത്സവമാക്കി മാറ്റുന്ന ഇത്രയും വലിയ സംഘടനകൾ ഉണ്ടാകുന്നതും പ്രതീക്ഷയിലേ അല്ല എത്തിയത്. അപ്പം ഈ കൂട്ടായ്മകൾ കാണുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. ഓണം കേരളത്തിനേക്കാളും നന്നായി ആഘോഷിക്കുന്നത് കേരളത്തിൻ്റെ പുറത്താണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പൊതുവെ ഗൾഫ് രാജ്യങ്ങളിലായാലും മറ്റെവിടെയെങ്കിലായാലും കേരളത്തിനേക്കാളും നന്നായി ഓണം ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ പുറത്ത് തന്നെയാണ്. മറ്റു പലയിടത്തും കാണാത്ത ഒരു പ്രത്യേകത വിശാഖപട്ടണത്തിൽ എനിക്ക് തോന്നിയത്, ഇവിടെ മാവേലി വിചാരിച്ച പോലെ തന്നെ എല്ലാ സംഘടനയിലുള്ളവർ എല്ലായിടത്തും ഒരുമിച്ച് ഒത്തുചേർന്ന് ഓണം ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അത് ഓർഗനൈസ് ചെയ്യാൻ ഒരുമിച്ച് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വിശാഖപട്ടണത്തിൻ്റെ മാത്രം പ്രത്യേകതയുടെ ഓർമ്മപ്പെടുത്തലാവട്ടെ ഓരോ ആഘോഷവും ആശംസിച്ചു നടത്തുന്നു. എല്ലാവർക്കും ഹാപ്പി. മഹാബലിക്ക് നമ്മളോട് എന്തോ സംസാരിക്കാനുണ്ട്. നമ്മുടെ അഭിനന്ദന സംബോധന ചെയ്ത് അദ്ദേഹം
സംസാരിക്കുന്നതായിരിക്കും. വിശാഖപട്ടണത്തെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഓണാശംസകൾ. വിശാഖപട്ടണത്തെ ഓണം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ സെപ്റ്റംബർ എങ്കിലും തീരാൻ പോകുന്നു. നാട്ടിലെ ഓണം എന്ന് പറഞ്ഞാൽ 5 ദിവസമാണ്. പക്ഷേ ആക്ച്വൽ ഓണം എന്ന് പറയുന്നത് പ്രവാസികൾ അവരാണ് എൻജോയ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്റർമീഡിയറ്റ് 24-25 അധ്യയന വർഷത്തിൽ നല്ല മാർക്ക് നേടിയ കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ്. സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി ശ്രീമാൻ ആനന്ദ് അച്യുതൻകുട്ടി അവർ IDS അവരുടെ ക്ഷണിച്ചു കൊടുക്കുന്നു. ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി ശ്രീമാൻ SG വിജയകുമാർ അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഫാത്തിമ ഉമർ പേര് ഡോക്ടർ ഓഫ് ഷംസുദ്ദീൻ MB പേരൻസിനോടൊപ്പം നായർ സൺ ഓഫ് ഹരീഷ് S നായർ പേരൻസിനോടൊപ്പം വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരതി അശോക് ഡോക്ടർ ഓഫ് ശങ്കർ അശോക് കുമാർ പേരൻസിനോടൊപ്പം വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സൺ ഓഫ് PS സതീഷ് കുമാർ പേരൻസിനോടൊപ്പം വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സൺ ഓഫ് സന്തോഷ് ആന്റണി പേരൻസിനോടൊപ്പം വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ ഓഫ് A ഗിരീഷ് കുമാർ പേരൻസിനോടൊപ്പം വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. IDS അവർക്ക് മൊമെന്റോ നൽകി ആദരിക്കുന്നതിനായി അധ്യക്ഷൻ G ശശിധരൻപിള്ള അവരെ ക്ഷണിച്ചുള്ളൂ. വിജയകുമാർ അവരുടെ മൊമെന്റ് നൽകി ആദരിക്കുന്നതിനായി പ്രസിഡന്റ് ക്ഷണിച്ചുള്ളൂ. ശ്രീ ജോർജ് തോമസ് അവർ പ്രസിഡന്റ് കേരള സമിതി അവരുടെ മൊമെന്റ് നൽകി ആദരിക്കുന്നതിനായി പ്രസിഡന്റ് ക്ഷണിച്ചിട്ടുണ്ട്. സെക്രട്ടറി ശ്രീ സത്യനാരായണ അവരുടെ മൊമെന്റ് നൽകി അധ്യക്ഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി നന്ദി. പ്രത്യേകിച്ച് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാ അതിഥികൾക്കും, ഇവിടെ ഡയാസിലുള്ള അതിഥികൾക്കും മുന്നിലിരിക്കുന്ന അതിഥികൾക്കും എല്ലാവരും ഞങ്ങളുടെ കൈരളിയാസ് ക്ലബിൻ്റെ അതിഥികളാണ്.